ഇതിൻ്റെ പേര് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇതാണ് പൾസ് ഓക്സിമീറ്റർ. നമ്മൾ കോവിഡ് കാലത്തൊക്കെ ഒരുപാട് ഉപയോഗിച്ച സാധനമാണ് പൾസ് ഓക്സിമീറ്റർ. ഇതുപോലെ തന്നെ നമ്മുടെ പലരുടെയും വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണിത് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ ലെവൽ ഇപ്പം ക്രോണിക്കായിട്ട് അസുഖമുള്ളവർ, അതായത് COPD, അതുപോലെ ആസ്തമ, അങ്ങനെയൊക്കെ ശ്വാസകോശത്തിന് അധികം അസുഖമുള്ളവർക്ക് വീട്ടിൽ ഡോക്ടേഴ്സ് ഉപയോഗിക്കാൻ നിർദ്ദേശിച്ച ഒരു മെഷീനായിരിക്കും ഇത്. ഇതിൻ്റെ പേരാണ്, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പ്രവർത്തനമാണ്. ഈ മെഷീന് പൂർണ്ണമായും കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ്. ഇതിനകത്ത് 2 ഔട്ട്ലെറ്റ്സ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഓക്സിജൻ, നമ്മൾ നേസൽ പ്രോൺസ് എന്ന് പറയും ഇതിന്. നേസൽ ഇതാണ് വാട്ടർ. ഇതിൻ്റെ ഒരു ട്യൂബ് എൻഡ് നമ്മൾ ഈ ഡിവൈസിൽ കണക്ട് ചെയ്യും. അതർ എൻഡ് നമ്മൾ ഇതിൻ്റെ വാട്ടർ എൻഡിൽ കണക്ട് ചെയ്യും. ഈ വാട്ടർ എൻഡിൽ നിന്നാണ് നമ്മുടെ ഓക്സിജൻ്റെ കണക്ഷൻ പോകുന്നത്. അതായത് ഈ നേസൽ മാസ്ക് ആണ് നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്നത്. ഇതേപോലെ നേസൽ പ്രോൺസ്, ഇതിൽ നേസൽ നമ്മുടെ മൂക്കിനകത്ത് വെച്ച് നമ്മുടെ സൈസ് അഡ്ജസ്റ്റ്മെൻ്റ് ആക്കി മൂക്കിനകത്തേക്ക് വെക്കുക. ഓക്കെ, ഇതിൻ്റെ മറ്റേ എൻഡ് നമ്മുടെ കണക്ഷനിൽ നമ്മൾ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ ഡോക്ടർ നിങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എത്ര ലിറ്ററിലാണ് ഇത് വെക്കേണ്ടത്. ഇത് 2 ലിറ്റർ ടു ഇത് ഓൾമോസ്റ്റ് 5 ലിറ്റർ വരെ ഇതിനകത്ത് നമുക്ക് ഓക്സിജൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡോക്ടർ എത്രയാണ് എഴുതിയിട്ടുള്ളത് ആ ഒരു ലിറ്ററിൽ നമ്മളിവിടെ സെറ്റിംഗ് ചെയ്യുക. ആക്ച്വലി നമ്മൾ റെക്കമെൻഡ് ചെയ്യൽ 12 to 16 hours പെർ ഡേ ആണ്. നൈറ്റ് ഇപ്പോൾ രാത്രി 8 മണിക്ക് വെച്ചാൽ രാവിലെ 8 മണി വരെ, ഈവനിങ് ഒരു 4 hours ഒക്കെ ആയിരിക്കും സാധാരണ ഈ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ വീട്ടിൽ കറണ്ടിൻ്റെ ഇഷ്യൂസ് അധികം ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇൻവേർട്ടർ ഇല്ലാത്ത വീട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഓക്സിജൻ സിലിണ്ടറും കൂടി ക്യാരി ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ഈ മെഷീൻ്റെ പേര് താഴെ കമൻറ്റ് ചെയ്യൂ. കറക്റ്റ് ആൻസർ പറഞ്ഞവർക്ക് നമുക്കൊരു 1000 rupees ഗീവ് അവേയും കൊടുക്കാം.